സിന്ധു ഈ പിന്നണി ഗാനരംഗത്ത് വന്നത് എങ്ങനെയാണ്? ഏതാണ് ആദ്യത്തെ ചിത്രം? ആരാണ് സംഗീത സംവിധായകൻ? ഇതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ ശ്രീയേട്ടാ, ഞാൻ ഒരുപാട് ആൽബംസ് ചെയ്തു. അറിയാലോ, അന്നൊക്കെ ഒത്തിരി ആൽബംസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 2-3 കാസറ്റിന്റെ ഒക്കെ വർക്കുകളായിരുന്നു അന്ന് നടന്നിരുന്നത്. അങ്ങനെ ആൽബം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൈതപ്രം സാറിന്റെ ഒരു ഡിവോഷണൽ കാസറ്റ് ചെയ്യുന്നത്. കൈതപ്രം സാറിന് 2-3 വർക്ക് ചെയ്തതിന് ശേഷം സാറാണ് ജോൺ സേട്ടൻ്റെ അടുത്ത് പറയുന്നത്, എൻ്റെ വോയിസ് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ജോൺ സേട്ടൻ പറഞ്ഞു, നമ്മൾ മ്യൂസിക് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോ, ശ്രീയേട്ടൻ അറിയാം, കാലിക്കറ്റ് മ്യൂസിക് സിറ്റി, രവീന്ദ്ര മാഷ്ക്കും ഇവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡിയോ ആയിരുന്നു. വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു. അപ്പം അവിടെ വന്ന സമയത്ത് ജോൺസൺ പറഞ്ഞു, നമുക്ക് വോയിസ് ഒന്ന് ആദ്യം നോക്കാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, പാടാൻ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭൂതക്കണ്ണാടിയിലേക്ക് വരുന്നത്. ഭൂതക്കണ്ണാടിയിലാണ് ഫസ്റ്റ് പാടുന്നത്. ഭൂതക്കണ്ണാടിയിൽ ആദ്യം ഞാൻ പാടുന്നത് ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു പുള്ളുവൻ, വിഷ്ണു ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലോ ശ്രീയേട്ടൻ പാടിയിട്ടുണ്ട്. മിൻമിനി ചേച്ചിയും ശ്രീയേട്ടനും കൂടിയുള്ള പാട്ട്. ഓക്കെ ഓക്കെ, അതാണ് ഫസ്റ്റത്തെ പാട്ട്. പിന്നെ തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലോ ഏറ്റനാവോറ് പാടിയൊഴിക്കുന്നേ രാപ്പനി മേപ്പനി പൊട്ടിപ്പനികളും ഉള്ളവ വീണ കൊണ്ട് പാടിയൊഴിക്കുന്നേ വിഷ്ണു ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലോ ഏറ്റനാവോറ് പാടിയൊഴിക്കുന്നേ. അതില് ഞാൻ എൻ്റെ വോയിസ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുള്ളുവൻ ടൈപ്പ് സോങ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു വോയിസസ് എന്തോ മാറ്റി പാടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിലാണ് പാടുന്നത്. ഒരു സ്ലാങ് അല്ലേ? സ്ലാങ്, അതെ അതെ, അതൊരു. പിന്നെ വിദ്യാരൻ സാറിന്റെ കൂടെ ഒരു ഡ്യുവറ്റ് ഉണ്ടായിരുന്നു, ഒരു പുള്ളുവൻ സോങ്. അതിന് ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ആയിരുന്നു, അതിന്റെ ടൈറ്റിൽ സോങ് ആയിരുന്നു. പിന്നെ അതില് തലചായ്ക്കാൻ ഒരു താഴ്വാരം എന്ന് പറഞ്ഞിട്ട് അതും പാടി. അത് ശ്രീധരൻ മുണ്ടങ്ങാട് സാറ്, പിന്നെ ക്രിസ്റ്റഫർ, അത് കാവ്യാണ് അതില്. ആദ്യത്തെ സിനിമയിൽ 3 പാട്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരാളായിട്ടാണ് സിന്ധുവിനെ പ്രൊജക്ട് ചെയ്യുന്നത്. എനിക്ക് അറിയില്ല ശ്രീയേട്ടാ, അതെന്താന്ന് എനിക്ക് അറിയില്ല. കൂടുതലും അവർക്ക് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ മലബാറിലായതുകൊണ്ട്, മലബാറാണ്, പിന്നെ കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഹിറ്റ് സോങ്സ് ആണ്. ഇതെല്ലാം കൂടെ വന്നപ്പോ അങ്ങനെ വെച്ചു. പക്ഷേ അതും ഇഷ്ടമാണ് കേട്ടോ, പാട്ടുകൾ ഒരുപാട്. പിന്നെ പുറത്തൊക്കെ പ്രോഗ്രാമിന് പോണ സമയത്ത് ഒത്തിരി പേര് ദുബായിലൊക്കെ വെച്ച് കസറല്ലേ, ആഴ്ചയിൽ 2 പ്രോഗ്രാം ഉണ്ട് അല്ലേ? അത്രയൊന്നുമില്ല. ഈ ഭൂതക്കണ്ണാടിയിൽ 3 സോങ് പാടി ജോൺ സേട്ടന്റെ. അതിനുശേഷം പിന്നെ ഞാൻ പാടുന്നത് മോഹൻ കുപ്ലേരിയുടെ കാറ്റത്തൊരു പെൺപൂവ്. അതില് മനസ്സിലെന്റെ മയിൽപ്പീലി കാവടിയാട്ടം എന്ന് പറഞ്ഞിട്ട് അതിന്റെ 2 വരി പാടാം. അത് ഭാവന ചേച്ചി ഞാനും കൂടി പാടിയതാട്ടോ. അത് മനസ്സിലെന്തേ മയിൽപ്പീലി കാവടിയാട്ടം, കിനാവിലെന്തേ കുയിൽ പാട്ടിൻ വളക്കിലുക്കം, ആറ്റുവഞ്ചിക്കടവത്ത് അരയന്ന തോണിയടുത്തപ്പോൾ മനസ്സിലെന്തേ മയിൽപ്പീലി കാവടിയാട്ടം. ഇതൊക്കെ ഹിറ്റ് സോങ് അല്ലേ? അപ്പൊ അങ്ങനെ 2 പടം കഴിഞ്ഞ് പിന്നാണോ രവീന്ദ്ര മാഷ്? അല്ലല്ല, പിന്നെ അഗ്നിസാക്ഷി ചെയ്തു, ദാസേട്ടന്റെ കൂടെ പാടി. ഏത് പാട്ട്? ഗംഗേ മഹാമംഗലേ അമ്മേ ജഗത്കാരണേ, ആ പാട്ട് പാടി ദാസേട്ടന്റെ കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ നമ്മുടെ രാജാമണി സാറിന്റെ 2 ഫിലിംസിൽ പാടിയിരുന്നു. പക്ഷെ അത് KK ഹരിദാസ് സാറിന്റെ ഒക്കെ പാടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്ത് വന്നില്ല. അത് നല്ലൊരു സോളോ ആയിരുന്നു. അത് ഞാൻ ചെന്നൈയിലൊക്കെ പോയിട്ട് പാടിയതായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ അത് പുറത്തു വന്നില്ല. പിന്നെ ഞാൻ പാടുന്നത് വടക്കുന്നാഥനിലാണ്. വടക്കുന്നാഥനിലെ പാട്ടിന്റെ ഒരു 4 വരി കേൾക്കാൻ നോക്ക്. പാഹി പരംപൊരുളേ ശിവ ശിവനാമ ജപ
പൊരുളേ വരവർണ്ണിനി ശുഭകാമിനിയുമതൻ പതിയേ വരവർണ്ണിനി ശുഭകാമിനിയുമതൻ പതിയേ ചന്ദ്രകലാധര സങ്കടനാശക സന്തതമുണരുക നീ ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ പാഹി പരം പൊരുളേ ശിവ ശിവ നാമ ജപ പൊരുളേ പാഹി പരം പൊരുളേ ശിവ ശിവ നാമ ജപ പൊരുളേ. ഇത്രയും ഹിറ്റ് പാട്ട് പാടിയ സിന്ധുവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സംഗീത സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒന്ന് ആലോചിക്കണം, ഇവിടെ സിന്ധു ഉണ്ട്.